അങ്കമാലി കറുകുറ്റിയിൽ പള്ളിപ്പെരുന്നാളിനിടെ വെടിക്കെട്ട് അപകടം. ഒരാൾ മരിച്ചു, 8 പേർക്ക് പരിക്കേറ്റു. ഇവരിൽ 2 പേരുടെ നില ഗുരുതരമാണ്. കറുകുറ്റി മുല്ലപ്പറമ്പൻ സാജുവിന്റെ മകൻ സൈമൺ ആണ് മരിച്ചത്. മാമ്പ്ര സെന്റ് ജോസഫ് പള്ളിപ്പെരുന്നാളിനിടെയാണ് അപകടമുണ്ടായത്. പരിക്കേറ്റവരെ അങ്കമാലിയിലെയും എറണാകുളത്തെയും സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. സജോ ദേവസ്വയുടെ വിവരങ്ങൾ നൽകാൻ. സജോ, എപ്പോഴാണ് അപകടമുണ്ടായത്? എങ്ങനെയാണ് അപകടമുണ്ടായത്? ഹുസ്ന, വൈകിട്ടോടുകൂടിയാണ് അപകടമുണ്ടായത്. അങ്കമാലി കറുകുറ്റിയിലെ പള്ളിയിൽ പെരുന്നാളിന്റെ ആഘോഷത്തിന്റെ ഭാഗമായാണ് വെടിക്കെട്ട് സംഘടിപ്പിച്ചിരുന്നത്. ഈ വെടിക്കെട്ടിനായി സൂക്ഷിച്ചിരുന്ന സാധനങ്ങൾക്ക് തീ പിടിച്ചാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നതെന്നാണ് നമ്മൾ പ്രാഥമികമായി മനസ്സിലാക്കിയിരിക്കുന്നത്. പടക്കം ഉൾപ്പെടെയുള്ള സൂക്ഷിച്ചിരുന്ന സ്ഥലത്ത് തീപിടുത്തം ഉണ്ടാവുകയായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും ഒരാളുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. കറുകുറ്റി മുല്ലപ്പറമ്പൻ സാജുവിന്റെ മകൻ സൈമൺ, 20 വയസ്സ്. സൈമണിന്റെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. 4 പേരുടെ നില ഗുരുതരമാണ്. 2 പേരെ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിലും 2 പേരെ എറണാകുളം മെഡിക്കൽ സെന്റർ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഈ ഗുരുതര അവസ്ഥയിൽ ഉള്ളവരെ സംബന്ധിച്ച് 50%-ലധികം പൊള്ളൽ ഇവർക്ക് ഏറ്റിട്ടുണ്ട്. ഒപ്പം 8 പേർക്ക് ഗൗരവമുള്ള പരിക്ക് ഏറ്റിട്ടുണ്ട്. ഇതുകൂടാതെ 8 പേർക്ക് ഗൗരവമുള്ള പരിക്കേറ്റിട്ടുണ്ട്. 30ഓളം പേർക്ക് ഈ അപകടം നടക്കുന്ന സമയത്ത് സ്ഥലത്തുണ്ടായിരുന്ന ആളുകൾക്ക് വിവിധങ്ങളായ ശാരീരിക ഉൾപ്പെടെയുള്ള ചെറിയ തോതിലുള്ള വളരെ മൈനറായിട്ടുള്ള പരിക്കുകളാണ്. അത് 30ഓളം പേർക്ക് അതിന്റെ വളരെ മൈനറായ ഇഞ്ചുറിയും ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഇതിൽ 8 പേർക്കാണ് ഗൗരവമുള്ള പരിക്ക്. അതിൽ 4 പേരുടെ നില ഗുരുതരമാണ്. ഒരാളുടെ മരണം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രദേശത്ത് ഏതായാലും ഇപ്പോൾ ഫയർഫോഴ്സ് യൂണിറ്റും പോലീസും ഉൾപ്പെടെ എത്തി രക്ഷാപ്രവർത്തനങ്ങൾ പൂർണ്ണ തോതിലാണ്. മറ്റ് അപകട സാധ്യതകളൊന്നും നിലനിൽക്കുന്നില്ല. അവിടുത്തെ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. അതായത് പരിക്ക് പറ്റിയവരെയൊക്കെ ആശുപത്രിയിലേക്ക് മാറ്റാൻ കഴിഞ്ഞിരിക്കുന്നു. ഗൗരവമുള്ള പരിക്കുകളുള്ളവരെ മുഴുവൻ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു. അല്ലാത്തവർക്ക് പ്രാഥമിക ചികിത്സ നൽകാനുള്ള ക്രമീകരണവും ഒരുക്കിയിരിക്കുന്നു. ഏതായാലും എങ്ങനെയാണ് പടക്കശാലയ്ക്ക് തീ പിടിച്ചത്, അല്ലെങ്കിൽ അവിടെ അത്ര വലിയ ഒരു വെടിക്കെട്ടായിരുന്നില്ല എന്നാണ്, അല്ലെങ്കിൽ അതിനുള്ളൊരു ഒരുക്കമായിരുന്നില്ല. സാധാരണ നിലയ്ക്ക് ഉള്ള ഒരു വെടിക്കെട്ട് ഒരുക്കമായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിനിടെയാണ് അപ്രതീക്ഷിതമായി അപകടം ഉണ്ടാകുന്നത്. എന്താണ് അത് സംബന്ധിച്ച കാരണം എന്നുള്ളതെല്ലാം പിന്നീടുള്ള അന്വേഷണത്തിലൂടെയും വ്യക്തമാവുകയുള്ളൂ. ഏതായാലും നിലവിൽ ഈ 4 പേരുടെ നില ഗുരുതരമായി തന്നെ തുടരുന്നു എന്നുള്ള സ്ഥിതിയാണ്. തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചു എങ്കിലും, അതായത് ഈ 4 പേരെയും തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ തന്നെ എത്തിച്ചുവെങ്കിലും പരിക്ക് ഗുരുതരമാണ് എന്ന് കണ്ട് കൊച്ചിയിലെ മറ്റ് സ്വകാര്യ ആശുപത്രിയിലേക്ക് റഫർ ചെയ്യുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 8 പേരുടെയും മറ്റ് 8 പേരുടെയും നില, അതായത് ഗൗരവമുള്ള പരിക്കുള്ള മറ്റ് 8 പേർക്കും പൊള്ളൽ ഏറ്റിട്ടുണ്ട്. അവരെയും വിദഗ്ധ ചികിത്സ നൽകുന്നതിന് വേണ്ടി വിവിധ ആശുപത്രികളിലായി പ്രവേശിപ്പിച്ചിരിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മറ്റ് 30ഓളം ആളുകൾ, അതായത് ഏകദേശം എന്നുള്ള കണക്കാണ്, 30ഓളം പേർ ഈ പ്രദേശത്ത് ഈ അപകടം നടക്കുന്ന സമയത്ത് ഇതിന്റെ തൊട്ടടുത്ത് തന്നെയായി ഉണ്ടായിരുന്ന ആളുകളാണ്. അവർക്ക് ഇത്തരത്തിൽ മൈനർ ഇഞ്ചുറി എന്നാണ് നമ്മൾ ഇപ്പോൾ ഔദ്യോഗികമായി പോലീസിൽ നിന്നും മറ്റും നമുക്ക് ലഭ്യമാക്കുന്ന വിവരപ്രകാരം അത്രയും പേർക്ക് മൈനറായിട്ടുള്ള പരിക്കുകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. നിലവിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയവുമാണ്. ഇനി ഉള്ളത് അവിടുത്തെ രക്ഷാപ്രവർത്തനം സംബന്ധിച്ച കാര്യങ്ങളൊക്കെ ഏതാണ്ട് പൂർത്തിയാക്കാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ പരിക്ക് പറ്റിയവരെയൊക്കെ ആശുപത്രിയിലേക്ക് മാറ്റാൻ കഴിഞ്ഞു. പ്രദേശത്തെ അപകട സാധ്യത നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞു എന്നുള്ള നിലയിലുള്ള വിവരങ്ങളാണ് നമുക്ക്. സജോ, വെടിക്കെട്ട് നടക്കുന്നതിനിടയിലായിരുന്നു അപകടമുണ്ടായത്, അതോ വെടിക്കെട്ട് പുരയ്ക്ക് തീ പിടിച്ചിട്ടാണോ അപകടമുണ്ടായത്? ഈ സമയം വെടിക്കെട്ട് നടക്കുകയായിരുന്നു എന്നാണ് നമ്മൾ ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന പ്രദേശത്തെ ചില ആളുകളിൽ നിന്നും പ്രാഥമികമായി ലഭിക്കുന്ന വിവരപ്രകാരം. അവിടെ വെടിക്കെട്ട് നടക്കുന്ന സമയം തന്നെയായിരുന്നു ഇത് എന്നാണ് മനസ്സിലാക്കുന്നത്. ആ സമയത്ത് അപ്രതീക്ഷിതമായി തീ പിടിച്ച് ഒരു സ്ഫോടനം എന്ന കണക്കെ ഉണ്ടാവുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ആ സന്ദർഭത്തിൽ തന്നെ വെടിക്കെട്ട് ആസ്വദിക്കാനായി നിരവധി ആളുകൾ ഈ പ്രദേശത്തെല്ലാം ഈ പള്ളിയുടെ ചുറ്റുമായി തടിച്ചുകൂടിയിരുന്നു. ആ വെടിക്കെട്ട് നടക്കുന്ന സമയത്ത് തന്നെയാണ് ഈ പടക്കമെല്ലാം സൂക്ഷിച്ചിരുന്ന, ഈ വെടിക്കെട്ടിനായി ഉപയോഗിക്കുന്ന വെടിക്കെട്ടിന് ഉൾപ്പെടെയുള്ള പടക്കവും മറ്റ് സാധന സാമഗ്രികളും എല്ലാം സൂക്ഷിച്ചു വെച്ചിരുന്ന ഒരു കേന്ദ്രത്തിൽ അവിടെ തീപിടുത്തം ഉണ്ടാകുന്നു. അത് വലിയ സ്ഫോടനമായി മാറുന്നു. ഈ വെടിക്കെട്ടിന് ഉൾപ്പെടെ നേതൃത്വം കൊടുത്ത ആളുകൾ, അല്ലെങ്കിൽ അത് നിയന്ത്രിച്ചിരുന്ന ആളുകളാണ് പ്രാഥമികമായി ഈ മരണപ്പെട്ട ആളും ഉൾപ്പെടെയുള്ള അവർ ഈ തൊട്ടടുത്ത് അതിന് ഏറ്റവും സമീപത്തായി ഉണ്ടായിരുന്ന ആളുകളാണ്. അതായത് കൂടുതൽ 50%-ലധികം പൊള്ളലേറ്റ ആളുകൾ ഈ വെടിക്കെട്ട് നിയന്ത്രിച്ചിരുന്ന ആളുകളാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിന് തൊട്ടടുത്തായി നിന്നിരുന്നവരാണ് ഗൗരവമുള്ള പരിക്ക്, അതായത് ഗുരുതര പരിക്കുകൾ 50%-ലേറെ പരിക്കും, അതുപോലെ ഈ 8 പേർക്ക്, മറ്റ് 8 പേരായിരുന്നവർ ഇതിനോട് ചേർന്ന് നിന്ന ആളുകൾക്കുമാണ് ആ നിലയ്ക്ക് പരിക്കേറ്റത്. ഇത് വീക്ഷിക്കാനായി ഉണ്ടായിരുന്ന ആളുകൾ, ഇത് കാണുന്നതിനായി ഉണ്ടായിരുന്ന ആളുകൾ, പള്ളി കമ്മിറ്റിയുടെയും മറ്റ് ആളുകൾ, അങ്ങനെയുള്ള 30 പേർ ഉൾപ്പെടെ ഉള്ള ആളുകൾക്കാണ് ഈ മൈനറായ പരിക്കുകളും ഏറ്റിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏത് നിലയ്ക്കാണ് ഈ അപകടത്തിന്റെ കാരണം എന്താണ്, എങ്ങനെയാണ് തീപിടുത്തം ഉൾപ്പെടെ ഉള്ളവ ഉണ്ടായിരുന്നത്, എത്ര എമൗണ്ട്, അതായത് ഈ പടക്കം ഉൾപ്പെടെയുള്ളവ, എത്ര എമൗണ്ട് പടക്കം, ഈ വെടിമരുന്ന് ഉൾപ്പെടെയുള്ളവ
എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമാകേണ്ടതുണ്ട്. അത് സംബന്ധിച്ച് ഇപ്പോൾ നമുക്കൊരു വ്യക്തതയില്ല. ഒരു പക്ഷേ അത് കൂടുതൽ പോലീസിൽ നിന്ന് അത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ നമ്മൾ അറിയാനിരിക്കുന്നുള്ളൂ. സജോ, പള്ളിപ്പെരുന്നാളിനിടെയാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. അവിടെ ഏകദേശം എത്രത്തോളം ആളുകൾ, പെരുന്നാളിനോടനുബന്ധിച്ച് ഏകദേശം എത്രത്തോളം ആളുകൾ അവിടെ ഉണ്ടായിരുന്നു? എല്ലാവർക്കും ഈ വെടിക്കെട്ട് അപകടത്തെ തുടർന്ന് തന്നെയാണോ പരിക്കേറ്റത്, അതോ തിക്കിലും തിരക്കിലും പെട്ടുള്ള പരിക്കുകളുണ്ടോ? എങ്ങനെയാണ് ഓരോരുത്തരുടെ പരിക്ക്? ഹുസ്ന, നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് അവിടെ കറുകുറ്റിയിലെ മാമ്പ്ര എന്നത് ഒരു ഇടവക പള്ളിയാണ്. ആ പ്രദേശത്തുള്ള ആളുകളെല്ലാം ഈ വെടിക്കെട്ട് ആസ്വദിക്കാനായി എത്തിയിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. സ്വാഭാവികമായും നല്ല നമ്പർ ആളുകൾ ഉണ്ട്. രണ്ട് രീതിയിലാണ് പരിക്കേറ്റിരിക്കുന്നത്. ഒന്ന്, ഈ ചേർന്ന് നിന്ന ആളുകൾക്കും ഈ വെടിക്കെട്ടിന് നേതൃത്വം നൽകിയ ആളുകൾക്കുമാണ് ഗുരുതരമായ പൊള്ളൽ ഏറ്റിരിക്കുന്നത്. അതോടൊപ്പം ഇതിന് അടുത്തായി ഉണ്ടായിരുന്ന ആളുകൾക്ക് ഗൗരവമായ പരിക്കേറ്റു. ബാക്കിയുള്ള ആളുകൾക്ക് ഈ അപകടം നടന്ന ഉടനെ തിക്കിലും തിരക്കിലും പെട്ട് ഉള്ള പരിക്കേറ്റവരുണ്ട്. അതോടൊപ്പം ഈ സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ ഉണ്ടായ പരിക്കുമുണ്ട്. രണ്ട് രീതിയിലുള്ള പരിക്കുകൾ ഉണ്ടെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. പ്രാഥമികമായി പോലീസിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്ന വിവരം അതാണ്. അവിടെയുള്ള പ്രദേശവാസികളിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്ന വിവരം അതാണ്. അവിടെ നിന്ന് ഈ അപകടം നടന്നതിന്റെ ഞെട്ടിൽ നിന്ന് ആളുകൾ ഓടിയവർ, അതിന്റെ തിക്കിലും തിരക്കിലും വീണുപോയവർ, അങ്ങനെയൊക്കെ പരിക്കേറ്റ ആളുകളുമുണ്ട്. എന്ന് വെച്ചാൽ അവരുടെ പരിക്ക് അത്ര ഗൗരവമാണ് എന്ന് കരുതാൻ വയ്യ. പക്ഷെ അങ്ങനെ വീണ് പരിക്കേറ്റവർ, അങ്ങനെ ഈ തിക്കിലും തിരക്കിലും പെട്ട് പരിക്കേറ്റ ആളുകളുണ്ട്. അപകടത്തിന്റെ പെട്ടെന്നുള്ള ഞെട്ടലിൽ രക്ഷപ്പെടാനായി ഓടിയ ആളുകളും മറ്റുമാണ് അവർ. ഈ ഗുരുതരമായി പരിക്കേറ്റവർ നേരിട്ട് ഈ സ്ഫോടനം, വലിയ തോതിലുള്ള സ്ഫോടനം നടന്ന സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്ന ഈ വെടിക്കെട്ട് നിയന്ത്രിച്ചിരുന്ന ആളുകൾ, അവർക്ക് നിർദ്ദേശം നൽകിയിരുന്ന ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാമായിരുന്നു. സജോ, തുടരുക. ഇപ്പോൾ ഫാദർ പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. സമീപത്തെ ഇടവകയിലെ വികാരിയാണ് ഫാദർ പോൾ. ഫാദർ പോൾ, താങ്കൾക്ക് കേൾക്കാമെങ്കിൽ താങ്കൾ ഈ അപകടത്തെ കുറിച്ച് കേട്ടിരിക്കും. എന്താണ് താങ്കൾക്ക് ഇതിനെക്കുറിച്ച് ലഭിക്കുന്ന പ്രാഥമിക വിവരം? എനിക്ക് ആകെ അറിയാവുന്നത് ഈ കറുകുറ്റിയുടെ ഒരറ്റമാണിത്. ആ അറ്റത്തുള്ള ഒരു കപ്പേളയാണ്. ആ കപ്പേള മാമ്പ്രപ്പള്ളിയുടെ കപ്പേളയാണ്. മാമ്പ്രപ്പള്ളിയുടെ കപ്പേളയിലെ പെരുന്നാളിലാണ് വെടിക്കെട്ട് അപകടം ഉണ്ടായെന്ന് കേൾക്കുന്നത്. പിന്നെ ഇതിലൊക്കെ കാണുന്ന ന്യൂസ് എനിക്കറിയാം. ഒരാൾ മരിച്ചെന്നും 4 പേരെ നില ഗുരുതരമാണെന്നും. എല്ലാ വർഷവും വലിയ രീതിയിലുള്ള വെടിക്കെട്ട് നടക്കാറുണ്ടോ ഈ പള്ളിയിൽ? അത് എനിക്കറിയില്ല. ഞാനിപ്പോൾ ചോദിച്ചറിഞ്ഞ വിവരാതെ ഇത് കറുകുറ്റി പള്ളിയല്ല. കറുകുറ്റി പള്ളിയുടെ അപ്പുറത്തെ ഒരു പള്ളിയുണ്ട്. അത് കഴിഞ്ഞുള്ള പള്ളിയുടെ കുരിശുപള്ളിയായത്. വളരെയധികം നന്ദി ഫാദർ പോൾ ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. സജോയിലേക്ക്. സജോ, ഇപ്പോൾ സ്ഥലത്തെ സ്ഥിതി എങ്ങനെയാണ്? രക്ഷാപ്രവർത്തനങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ടോ? പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഹുസ്ന, ഈ പ്രദേശത്തിന്റെ പൂർണ്ണമായ നിയന്ത്രണം പോലീസ് ഏറ്റെടുത്തിട്ടുണ്ട്. 4 ഫയർഫോഴ്സ് യൂണിറ്റുകളെ വിളിച്ച് 2 ഫയർഫോഴ്സ് യൂണിറ്റുകൾ നിലവിൽ സ്ഥലത്തുണ്ട് എന്നുമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നേരത്തെ സംസാരിച്ച വൈദ്യൻ പറഞ്ഞതുപോലെ ഇതൊരു ഒരു ഇടവക പള്ളിയുടെ പെരുന്നാളായിരുന്നില്ല. പ്രദേശത്തെ ഒരു കപ്പേളയാണ്. ഒരു പള്ളിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു കപ്പേളയിലാണ് ഇത്തരത്തിൽ തിരുനാൾ നടത്തിയത്. അതായത് മാമ്പ്ര പള്ളിയുടെ തന്നെ കുരിശുപള്ളി ആയി സ്ഥിതി ചെയ്യുന്ന ഒരു പള്ളിയാണ്. അവിടെയാണ് ഇത്തരത്തിൽ പെരുന്നാൾ ക്രമീകരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ കപ്പേള എന്നുള്ളത് സ്വാഭാവികമായും വലിയ ഒരു സ്ഥലം ഇതിനു ചുറ്റും ആ പള്ളിക്ക് സ്വന്തമായിട്ടില്ല. അപ്പൊ പൊതു തന്നെയാണ് ഈ പെരുന്നാളിനും മറ്റുമായി ആളുകൾ ഉപയോഗിക്കുന്നത്. പൊതു ഇടത്തിൽ തന്നെയാണ് ഈ വെടിക്കെട്ടും മറ്റും വീക്ഷിക്കാനായി ആളുകൾ ഉണ്ടായിരുന്നത്. ഇതിന് തൊട്ടടുത്തും മറ്റുമായി ഇത്തരത്തിൽ അതാണ് ഇതിന്റെ ഒരു അപകടത്തിന്റെ ഒരു ഗൗരവം കൂടുതൽ വർദ്ധിപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നത്. സ്വാഭാവികമായും എല്ലാ വിഭാഗം ആളുകളും ഈ വെടിക്കെട്ട് വീക്ഷിക്കാനും മറ്റുമായി ഇവിടെ ഈ പ്രദേശത്ത് ഈ പൊതു പ്രദേശം എങ്ങനെയുള്ളതാണ്? അടുത്തടുത്തായി വീടുകളെല്ലാം ഉള്ള ഒരു പ്രദേശമാണോ? ജനവാസ കേന്ദ്രമാണ് എന്നുള്ളത് കൂടിയാണ് ശ്രദ്ധേയമായ കാര്യം. പക്ഷെ ആ പ്രദേശത്തേക്ക് അങ്ങനെ വലിയ തോതിൽ ഇത് ബാധിച്ചു എന്ന് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നില്ല. പക്ഷെ എത്രത്തോളം ഇതിന്റെ ആഘാതമുണ്ട്, മറ്റു രീതിയിൽ വീടുകൾക്കും മറ്റുമൊക്കെ കേടുപാടുകൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു. അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൂടി നമുക്ക് ലഭ്യമാകേണ്ടതുണ്ട്. പൊതുവിൽ വളരെ ജനവാസ കേന്ദ്രമാണ്. ഒരു പൊതു വഴിയുടെയും മറ്റും അടുത്താണ് ഈ പള്ളി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ ഉള്ളത്. അതുകൊണ്ടാണ് അതിന്റെ ഒരു ഗൗരവം കൂടുതൽ വർദ്ധിക്കുന്നത്. അതുകൊണ്ട് അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ കൂടി വരേണ്ടിയിരിക്കുന്നു. നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നത് പ്രകാരം ഈ വലിയ തോതിലുള്ള ഒരു കൂടുതൽ ഗൗരവമുള്ള തരത്തിലേക്കുള്ള കാര്യങ്ങൾ പുറത്തു വരുമെന്ന് നമ്മൾ കരുതുന്നില്ല. കാരണം ഇപ്പോൾ ഉള്ളത് പ്രകാരം തന്നെ ഈ 8 പേർക്ക് ഗുരുതരമായ രീതിയിൽ ഉണ്ട്, അല്ലെങ്കിൽ അല്പം ഗൗരവമുള്ളത് എന്ന് പറയത്തക്ക രീതിയിലുള്ള 8 പേർ, ഒപ്പം ഈ 4 പേർ, അതായത് വളരെ 50%-ലധികം ഇത് വെടിക്കെട്ട് നിയന്ത്രിച്ചിരുന്നതും തൊട്ടടുത്തുണ്ടായിരുന്ന സ്ഫോടനം നടക്കുമ്പോൾ ഏറ്റവും അതിന്റെ സമീപത്തായി ഉണ്ടായിരുന്ന ആളുകളുമാണ്. ഈ 50% സജോ, അങ്കമാലി കറുകുറ്റിയിൽ പള്ളി പെരുന്നാളിനിടെ വെടിക്കെട്ട് അപകടമുണ്ടായിരിക്കുന്നു. ഇതിൽ ഒരാൾ മരിച്ചു, 8 പേർക്ക് പരിക്കേറ്റിരിക്കുന്നു. ഇവരിൽ 2 പേരുടെ നില ഗുരുതരമാണ്. സജോ ദേവസിയാണ് വിവരങ്ങൾ നൽകിയത്.